ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇത് ആദ്യത്തെ സംഭവമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ത്യയിലെ പാർലമെന്റിൽ, അതും ലോകസഭയിലെ 100 പേരെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. രാജ്യസഭയിലെ തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ പ്രവചനരായ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സാമാജികരെ 46 പേരെയാണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുള്ളത്. സസ്പെൻഷന് കാരണം വേണം. ഗുരുതരമായ കാരണങ്ങൾക്കാണ് സാധാരണ സാമാജികരെ സസ്പെൻഡ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു സാമാജികൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്ക്, ലോകസഭയിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്ത രീതിയിൽ ലോകസഭയിലെ അകത്തളത്തിൽ നുഴഞ്ഞു കയറി അവിടെ പുകബോംബുകൾ ഭക്ഷിച്ച് അക്രമകാരികൾക്കെതിരായി അവരുടെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട സാമാജികരെയാണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എന്താണ് തടസ്സമുള്ളത്? ചർച്ച ചെയ്യുന്നതിന് എന്താണ് ഒരു ഭരണകൂടത്തിന് പ്രയാസമുള്ളത്? 2 പ്രയാസങ്ങളാണ്. ഒന്ന്, ഈ അതിക്രമം കാണിച്ച ആളുകളെ കടത്തിവിട്ടത് ബിജെപിയുടെ എംപിയാണ്. രണ്ടാമത്, അതിലും ഗൗരവമായ കാര്യമാണ്, 828 കോടി രൂപ കേന്ദ്ര ഖജനാവിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് നിലവിലുള്ള പാർലമെന്റ് മന്ദിരം, അത് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ സുരക്ഷയുമുള്ള, ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള അക്രമങ്ങളും അകത്തേക്ക് പോകില്ല എന്ന് ജനങ്ങളെ മുഴുവൻ വിശ്വസിപ്പിച്ച് ഇത്രയും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തന്റെ അഭിമാന പദ്ധതിയായി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു ബിൽഡിംഗാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ബിൽഡിംഗില് അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പാർലമെന്റിന്റെ പുറത്താണ്. പാർലമെന്റിന്റെ പുറത്ത്, പാർലമെന്റ് അകത്തേക്ക് കയറുവാൻ ഒരു തരത്തിലുള്ള അക്രമിക്കും, ഒരു തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകനും, ഒരു തരത്തിലുള്ള തീവ്രവാദിക്കും ഇതേവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ കെട്ടിടം, ഇത്രയും കോടി രൂപയുടെ കെട്ടിടം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് ചോദ്യം ഉയരുമെന്ന് നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒട്ടനവധി പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ അവരെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നത്തിനുൾപ്പെടെ ഏറ്റവും വലിയ വിലവർദ്ധനം ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ ഖജനാവിലേക്കുള്ള പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദുർവ്യയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ കൂട്ടി ചർച്ച ചെയ്താൽ അവർ ഇന്നലെ വരെ പറഞ്ഞു വെച്ച എല്ലാ നുണകളും, ഒരു അർത്ഥത്തിൽ പോലും സുരക്ഷിതമല്ലാത്ത ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം അവർക്കുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാര്യം ഉന്നയിച്ചപ്പോ ആ ഉന്നയിച്ച ആളുകളെ ഒന്നിന് പിറകെ ഒന്നായി ലോകസഭയിൽ 100 പേരെ, 100 എംപിമാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന എന്തെല്ലാം അനിഷ്ട സംഭവങ്ങൾ പാർലമെന്റിനകത്തുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ നിയമസഭയിൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ നിയമസഭയിലെ സ്പീക്കറിന്റെ ചേംബർ പോലും മറിച്ചിട്ട് അവിടെ അഴിഞ്ഞാട്ടം നടത്തിയ CPM-കാർ നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ ഉണ്ടായ നടപടി എന്താണ്? ആ നടപടിയെ പോലും എതിരായി പറയുന്ന ആളുകൾ ഈ രാജ്യത്ത് ഉണ്ടായി എന്ന് പറയുമ്പോ ഇവിടെ പാർലമെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നടപടി ജനാധിപത്യത്തിന്റെ അവസാന ആശ്രയവും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തിലൂടെ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ ബിജെപി കാലങ്ങളായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ബിജെപിയും സംഘപരിവാർ ശക്തികളും മുന്നോട്ട് പോയിട്ടുള്ളത്. അവർക്ക് ആവശ്യം ജനാധിപത്യമല്ല, അവർക്ക് ആവശ്യം വർഗീയതയാണ്, അവർക്ക് ആവശ്യം ഫാസിസമാണ്. അവർക്ക് ജനാധിപത്യം ഉണ്ടായാൽ ഒരിക്കലും അവർക്ക്
അധികകാലം ഭരണത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഫാസിസ്റ്റ് നിലപാടുകളുമായി വർഗീയ ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനമായി മുന്നോട്ട് വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികൾ അവിടെ ഭരണമുണ്ടായിരുന്ന കാലഘട്ടം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥകൾ IPCയും CRPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ടും എല്ലാം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പൊളിച്ചെഴുത്ത്? ജനാധിപത്യപരമായ ചർച്ച ചെയ്യാതെ ഇവിടെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്ത് ഇപ്പോ മാറ്റിയിരിക്കുന്നു. ആ മാറ്റിയിരിക്കുന്നതിന് പിന്നിൽ ഇവിടെ അരാജകത്വം ഉണ്ടാക്കുവാൻ, ഇവിടുത്തെ നീതി വ്യവസ്ഥകളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശ്രമങ്ങൾ, അത് സംഘപരിവാറുടെ രാഷ്ട്രീയ അജണ്ടയായി മാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ബഹുമാനരായ രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രം ജനാധിപത്യം നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിലെ ഭരണഘടനയിൽ അത് ഏറ്റവും പരിഭാവനമായ രീതിയിൽ നിഷ്പക്ഷമായ നിലപാടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് അപേക്ഷ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. ഏകാധിപത്യ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് നിഷ്പക്ഷമായ രീതികളായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പരമോന്നതാധികാരിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അതിൽ അംഗമാക്കിക്കൊണ്ട് വയ്ക്കുവാൻ തീരുമാനമായത്. ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഏറ്റവും പരിഭാവനമായ പ്രതിപക്ഷ നേതാവും ഉൾക്കൊള്ളുന്ന സമിതിയാണ് കാലാകാലങ്ങളിൽ മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ, അതുപോലെ തന്നെ നെഹ്റുവിന്റെ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ, നരസിംഹറാവുവിന്റെ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ, വാജ്പേയിയുടെ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നില്ലല്ലോ, VP സിംഗിന്റെ കാലത്ത് പ്രയാസം ഉണ്ടായിരുന്നില്ലോ. പിന്നെ എന്ത് പ്രയാസമാണ് ഇവിടെയുള്ളത്? അന്നെല്ലാം ഭരണാധികാരികൾ അവിടെ നിഷ്പക്ഷമായ പാർലമെന്റ് രംഗത്ത് ഏറ്റവും അത്യാവശ്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ കമ്മീഷൻ നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കുവാൻ വേണ്ടി നിഷ്പക്ഷതയുള്ള ആളുകളെ മാത്രമാണ് അവിടെ പ്രപ്പോസ് ചെയ്യാറുള്ളത്. അത് ബോധ്യപ്പെട്ട് ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണത്തിലെ പ്രതിപക്ഷത്തിന്റെ വിശ്വാസം കൂടി അർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുക്കാറുള്ളത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്? തനിക്ക് ഇഷ്ടമുള്ള കോഴികളെ, തനിക്ക് ഇഷ്ടമുള്ള എല്ലാ തെമ്മാടിത്തവും തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ ഇവിടെ തനിക്ക് താൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ വേണം എന്ന് തീരുമാനിച്ച സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള സസ്പെൻഷനുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഈ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയുണ്ടാക്കി ഈ രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ പ്രക്രിയയിലൂടെ കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച, ഏറ്റവും കൂടുതൽ സമരം ചെയ്ത്, ഏറ്റവും കൂടുതൽ അതിശക്തമായ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അന്ന് ഞങ്ങളൊക്കെ ഇതിനുവേണ്ടി ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി അതിശക്തമായ പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ആ പ്രവർത്തനങ്ങളൊന്നും അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനെല്ലാം ഭരണാധികാരികളായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികളെ ചെരുപ്പ് തട്ടിക്കൊണ്ട് മുന്നോട്ട് പോയ സംഘപരിവാറിന്റെ ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അവർക്ക് ജനാധിപത്യത്തിന്റെ വില അറിയില്ല. ജനാധിപത്യ രാജ്യം നിലനിൽക്കുന്നതിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ല. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം എന്തുമാത്രം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ നാന്ദികൾ ഇന്ന് ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നിരിക്കുകയാണ്. ഈ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ രാജ്യത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ്. ആ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ പ്ലാനിംഗ് കമ്മീഷനാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചുറ്റും നിൽക്കുന്ന ഏതാനും ചില ആളുകളുടെ അവരുടെ മടിയടിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കൂടാരമായി ആ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയതിന് പിന്നാലെ ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ
ഇന്ന് തീർത്താൽ തീരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇവിടെ കണ്ണൂരിനെ പോലെയുള്ള ജനാധിപത്യ രംഗത്ത് കണ്ണൂരിനെ പോലെയുള്ള അതിശക്തമായ നിലപാടെടുത്ത ഒരു ജില്ലയിൽ ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്തുവാനാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഭരണഘടനയെ പോലും അത് പൂർണ്ണമായും ദൃഢവൽക്കരിച്ചുകൊണ്ട് ഭരണഘടനയെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടുമായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാകും, ഈ രാജ്യത്ത് സ്വേച്ഛാധിപത്യം ഉണ്ടാകും, ഈ രാജ്യത്ത് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സംഘപരിവാർ ശക്തികൾക്ക് അടിയറി വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ ജനാധിപത്യ സംരക്ഷണ സദസ്സുമായി ഈ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സംരക്ഷണ സദസ്സ് രാജ്യത്തിലെ ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷത്താണ്, പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള സ്വേച്ഛാധിപതിയായി ഈ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷാ കൂട്ടുകെട്ടിന്റെയും പ്രകോപിത പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുള്ളതുകൊണ്ടാണ് ഈ സദസ്സുമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സദസ്സിന് നേതൃത്വം കൊടുത്ത കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരവാഹികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജനാധിപത്യ സദസ്സ് ഈ ജനാധിപത്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഏത് അതിശക്തമായ പോരാട്ടങ്ങൾക്കും കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ രാജ്യം ജനാധിപത്യ രാജ്യമായി, ഈ രാജ്യം മതേതരത്വ രാജ്യമായി, ഈ രാജ്യം സോഷ്യലിസ്റ്റ് രാജ്യമായി ഞങ്ങളെല്ലാം ഉള്ളിടത്തോളം കാലം, കോൺഗ്രസ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അത് തുടരുവാൻ വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.